എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഓൺ ഡിസൈൻ ആയിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പ് ടിക് ടാക് സ്ലൈഡാണ് കാണിക്കാൻ പോണത് കേട്ടോ. അതിൽ ഉണ്ടാക്കി വെക്കുന്ന ഡിസൈനാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പ്ലെയിൻ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഫ്ലവറൊക്കെ വരച്ച ചില ഇതളുകളൊന്നും കറക്റ്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി വരച്ചിട്ട് അത് മീൻസ് കട്ടിയുള്ളൊരു പേപ്പറിലേക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് അതിലൊരു ടെംപ്ലേറ്റിൻ്റെ രൂപത്തിലാക്കി എടുത്തിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ വരയ്ക്കാൻ അറിയുന്നവർക്കൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ ഒരു മോഡലിൽ വന്നിട്ട് ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്ലവറിൻ്റെ പകരം ലീഫ് വെച്ചാൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ലീഫിൻ്റെ ആ ഒരു മോഡൽ ഞാൻ തന്നെ ഫ്ലവർ തന്നെയാണ് വെക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഓൺലൈനായിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ, കുറച്ച് മെറ്റീരിയൽസൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് എങ്ങനെ മനസ്സിലാവും, നമുക്ക് എങ്ങനെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഇപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽസ് മാത്രമല്ല, എന്തൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റേറ്റിങ്ങും റിവ്യൂ എല്ലാം നോക്കിയിട്ട് വാങ്ങിക്കുക. നമ്മൾ മാക്സിമം പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് 4 and above റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റ് മാത്രം എടുക്കുക കേട്ടോ. ഓൺലൈനിൽ എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും, എന്ത് ഫാഷൻ പ്രോഡക്റ്റ്, ഡ്രസ്സ് എന്ത് വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഞാനും എൻ്റെ ഹസ്ബൻഡൊക്കെ അങ്ങനെയാണ് ചെയ്യുക. ആക്ച്വലി ഞാൻ വന്നിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കുമായിരുന്നു ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഹസ്ബൻഡ് എപ്പോഴും റേറ്റിംഗ് ഉള്ള സാധനങ്ങൾ മാത്രമേ നോക്കി വാങ്ങിക്കാറുള്ളൂ. അതിലും ചിലത് വളരെ കുറച്ച് ഐറ്റംസൊക്കെ ഡൊക്ക സാധനങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ നമുക്ക് എന്തായാലും കിട്ടും. റേറ്റ് എങ്ങനെ പോയാലും ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭമൊക്കെ വേണ്ടേ, അതുപോലെ അവർക്കൊരു ലാഭത്തിന് വേണ്ടി അവർ ചിലപ്പോൾ ഒരു 5-10 കൂട്ടിയിടും. നമ്മളത് ഇങ്ങോട്ട് കണ്ണടിച്ച് വാങ്ങിച്ചാൽ മതി, അവരും ജീവിച്ച് പൊക്കോട്ടേന്നേ. അപ്പോൾ നമ്മൾ ഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ യെല്ലോ ബീഡ്സാണ് എടുക്കുന്നത് കേട്ടോ. എൻ്റെ ബീഡ്സിൻ്റെ ബോക്സിൽ ഇനി ഇല്ലാത്ത എന്തെങ്കിലും സാധനങ്ങളുണ്ടാവും, എല്ലാ കുടച്ചക്രം ഉണ്ട്, കുട്ടിയുടെ വള വരെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികളുള്ള വീട്ടിൽ ഇതൊക്കെ സഹജമാണ്, എങ്ങനെ പോയാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാം കൂടെ കുന്നുകൂടി കിടക്കും. അപ്പോൾ ഇതുപോലുള്ള ബീഡ്സ് എടുത്തിട്ട് നമ്മുടെ കോപ്പർ വയർ ഉണ്ടല്ലോ, അത് കാണാനില്ല, അത് ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം എവിടെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കോപ്പർ വയർ ഉണ്ടല്ലോ, കോപ്പർ വയർ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ടിയാരയൊക്കെ ചെയ്യുന്നത് പോലെ ടിയാര ചെയ്യുന്ന ആ ഒരു മോഡലാണ്, ചെറുതായിട്ട് ആ ഒരു മോഡൽ പോലെയൊക്കെ വരും. അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു കുഞ്ഞ് വയറെടുത്തിട്ട് ഇതിലേക്ക് 4 ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ വയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ 1-2 വീഡിയോസിലൊക്കെ പറഞ്ഞു, 1-2-3-4 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മോഡൽ മീൻസ് ഈ ഒരു കോപ്പർ വയർ വെച്ചിട്ട് ബീഡ്സ് വെച്ച് ചെയ്യണതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ മുമ്പത്തെ വീഡിയോസൊക്കെ എടുത്ത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മളൊരു ലൈവ് സെക്ഷൻ വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുക. പക്ഷേ ഈ ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ട് ഈ ഒരു മേക്കിംഗ് വീഡിയോസ് മാത്രം കാണുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ സമയം കറക്റ്റ് ആയിരിക്കുമോ എന്നറിയില്ല. എനിക്ക് ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്നെ പോലെ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സമയം ഉണ്ടാവണമെന്നില്ല. കാരണം ഈ കുട്ടികളൊക്കെ ഉറങ്ങുന്ന സമയത്തായിരിക്കും അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അത് കാരണം ലൈവ് സെക്ഷൻ എനിക്ക് അത്ര താല്പര്യമില്ല. പക്ഷെ എന്നാലും കുറേ പേർക്ക് ലൈവ് സെക്ഷൻ വെച്ചാൽ കുറച്ച് ഉപകാരപ്പെടുന്നതാണ്. അതും ഒരു ഡബിൾ സ്റ്റാൻഡിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റിൽ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് സെക്ഷൻ വെക്കാം. അങ്ങനെ വെക്കുകയാണെങ്കിലും നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇന്ന് തന്നെ എനിക്ക് വീഡിയോ വെക്കുക. ഇന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ലൈവ് സെക്ഷൻ നടത്താം. രാത്രി വേണമെങ്കിൽ രാത്രിയും ഞാൻ ചെയ്യാം കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. രാത്രി ഒരു 10 മണിയുടെ ഉള്ളിൽ, ഓക്കെ. 10 മണിക്ക് അപ്പുറം പറ്റില്ല, കാരണം കുട്ടികളുടെ ഉറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 2 ആഴ്ചയ്ക്ക് വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അപ്സെറ്റ് ആവരുത്, ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയത്, നമുക്ക് നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ആഴ്ചയില്ല, ഒരു 10 ദിവസം. 2 ആഴ്ച എന്ന് പറയുമ്പോൾ 14 ദിവസമല്ലേ ആവും. ശരി, 2 ആഴ്ച തന്നെ ഇരിക്കട്ടെ. 2 ആഴ്ചയ്ക്ക് ഒരു വീഡിയോ ഉണ്ടാവില്ല. ചെറിയ കുഞ്ഞു ഷോർട്സൊക്കെ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. മേബി ചിലപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കില്ല കേട്ടോ, നമ്മുടെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 4 ബീഡ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള പോലെ ബെൻഡ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഞാൻ ഇതുപോലെ 4 എണ്ണമാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലേ, ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മാതിരി തരിതരിയായിട്ടുള്ളൊരു എന്താ പറയുക,
ഒരുമാതിരി വൃത്തിയായിട്ടൊരു ഷീറ്റുണ്ടല്ലോ, അതിനാണ് നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു ഷീറ്റ് നമുക്ക് കുഞ്ഞതായിട്ട് 2 ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഡിസൈൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ ടിക് ടാക് സ്ലൈഡിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ചെറിയൊരു കുഞ്ഞു റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, കുറച്ചുകൂടെ നീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ. ബിക്കോസ് പക്ഷേ ഇത് ഇങ്ങനെ കട്ട് ചെയ്യണമായിരിക്കും ബെറ്റർ. ഒരു റൗണ്ട് ഷേപ്പ് അല്ല, ഒരു ഓവൽ ഷേപ്പ് മാതിരി കട്ട് ചെയ്തെടുക്കണമായിരിക്കും ബെറ്റർ, ഒരു കോഴിമുട്ടയുടെ ഷേപ്പിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ടിക് ടാക് സ്ലൈഡിൻ്റെ ആ ഒരു ഇതിൽ നമ്മുടെ ഡിസൈൻ്റെ പുറത്തേക്ക് ഇത് കാണാൻ പറ്റില്ല അടിയിൽ വെക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആക്ച്വലി ഇതുകൊണ്ട് നമുക്ക് ഓർഡർ വന്നതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ ഞാനിപ്പോൾ മൈ നെയ്ബർ ആപ്പ് എന്ന് പറഞ്ഞതിൽ ഞാനിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് എനിക്ക് ആപ്പ് വഴി വന്നൊരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണിത്. ഇതൊരു സെറ്റാണ്, സിംഗിൾ പീസ് അല്ല. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് അയൺ ബോക്സിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്ലവർ. ഇതും ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അയൺ ബോക്സിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ദയവ് ചെയ്ത് ഈ ഫ്ലവറൊക്കെ മേക്ക് ചെയ്തതിന് ശേഷം ഈ അയൺ ബോക്സ് എടുത്തിട്ട് ഡയറക്റ്റ് തുണിയിൽ കൊണ്ടുപോയി തേക്കരുതേ, ഒട്ടിപ്പിടിക്കുക. അയ്യോ, എനിക്ക് 2-3 പ്രാവശ്യം എൻ്റെ അബദ്ധം പറ്റിയിട്ടോ. ദൈവം സഹായിച്ച എൻ്റെ ഡ്രസ്സുകളിൽ മാത്രമേ പറ്റുള്ളൂ. കുട്ടികളുടെ ഭർത്താവിനുണ്ടെങ്കിൽ എന്നെ കൊന്നിട്ടുണ്ടാവും ആൾ. കാരണം ആൾ ഈ അയൺ ബോക്സിൽ വെച്ച് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ അയൺ ബോക്സിൽ വെച്ച് ഇങ്ങനെ ചെയ്യണമൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ബിക്കോസ് നമ്മൾ ഉപയോഗിക്കണമല്ലേ, എന്തെങ്കിലും കേടായാലും ഷോക്ക് അടിച്ചാലും നമുക്കുള്ള പേടി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കേട് വരുന്നതിന് വെച്ച് ബെറ്റർ ചിലപ്പോൾ ആൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം എടുക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് ദേഷ്യം വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഈ ചൂടാവുന്ന സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്ലെയിൻ ക്ലോത്ത് എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് അയൺ ബോക്സിൻ്റെ മേലെ തുടച്ച് വിട്ടാൽ ആ പശയൊക്കെ റിമൂവ് ആയി പോകും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, ആ ഫെൽറ്റ് ഷീറ്റ് നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു സൈഡ് മാത്രം, കുറച്ച് സെൻറ്ററിലും അല്ല എന്നാൽ ഒരുപാട് മേലേക്കും അല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ടിക് ടാക് സ്ലൈഡ് ആ ഒരു ഹോൾ ഉണ്ട്, ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളൊന്ന് കയറ്റിയാണ് ചെയ്യണത് കേട്ടോ. കയറ്റിയിട്ട് ഉള്ളിൽ നല്ല സെക്യൂർ ആയിട്ട് വയ്ക്കുക. അപ്പോൾ അത് പശ ഒട്ടിച്ചതുകൊണ്ട് അടർന്നു പോകുന്ന അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. പശ ഒട്ടിച്ചില്ലെങ്കിൽ കൂടെ അത് അങ്ങനെ നിന്നോളും. ഇതുപോലെ 2 നമ്മൾ ചെയ്തെടുത്തിട്ട് 2 ടിക് ടാക് സ്ലൈഡും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ എനിക്ക് ആപ്പിൽ ഓർഡർ കിട്ടിയത് ഞാൻ ഇതിൻ്റെ മേലെ എന്തായാലും നിങ്ങൾക്ക് ചെറിയൊരു ഇതുപോലെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആപ്പിൽ സെയിൽ ചെയ്യുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ പിക്ചർ വന്നിട്ട്, പക്ഷേ ആ ഒരു പിക്ചറിൽ വന്നിട്ട് നമുക്ക് ചെറിയൊരു കുഞ്ഞു ഡിസൈൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ കസ്റ്റമറായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ വരുത്തിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയതായ രീതിയിൽ ചെറിയ കുട്ടികൾക്കൊക്കെ അല്ല, അപ്പോൾ ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഡിസൈൻസ്, കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കൂടെ ഇതൊരു സെറ്റായിട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കാരണം ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ എൻ്റെ ബീഡ്സ് വർക്കിൽ വരുത്തുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ അടിയിൽ ഫെൽറ്റ് ഷീറ്റിൻ്റെ അടിയിൽ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. മേലെ ഇതുപോലെ ഗ്ലൂ ഗണ്ണിൻ്റെ ഗമ്മാക്കിയിട്ട് നമ്മുടെ ബീഡ്സ് വർക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ നമ്മുടെ ഫോം ഷീറ്റിൻ്റെ ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്ലെയിൻ ഫോം ഷീറ്റിൻ്റെ ഫ്ലവറും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ ടിക് ടാക്കിൻ്റെ അടിയിലും ഫെൽറ്റ് ഷീറ്റിൻ്റെ അടിയിലും കൂടെ അങ്ങനെ ഒന്ന് ഗമ്മാക്കി കൊടുത്തതിന് ശേഷം മേലെ ആക്കുക. അതിന് ശേഷം നമ്മുടെ ബീഡ്സ് വർക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത്യാവശ്യം നല്ല പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന വിധത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒരുപാട് ബീഡ്സ് വർക്ക് ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 ടിക് ടാക്കിൻ്റെ സ്ലൈഡ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സെറ്റായിട്ട് നമ്മൾ സിംഗിൾ പീസായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ നമ്മൾ ഓൺലൈൻ സെയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ സെറ്റായിട്ട് കൊടുക്കണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് സെൻറ്ററിലൊരു മുത്തിൻ്റെ പണിയും കൂടെ ബാലൻസ് ഉണ്ട്. ആ ഒരു ഡിസൈനിൽ അത് തന്നെയാണ് സെൻറ്ററിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ മുത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ 8000 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇതാണ് എടുക്കണത്. എടുത്തതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. സോറി, കുട്ടികളുടെ സൗണ്ടൊക്കെ ഇടയിൽ കൂടെ കാണിക്കും. ഇന്ന് ഇടയിൽ കൂടെ കേൾക്കും. ഇന്ന് ലീവല്ലേ, അതിൻ്റെ അട്ടകാസമാണ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടിക് ടാക് ബ്യൂട്ടിഫുൾ ബീഡ്സ് ആൻഡ് ഫോം ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്പ് ശരിയായിട്ട് കണ്ട ബാക്ക് വശമൊക്കെ നല്ല നീറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഫ്രണ്ടും കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ സെറ്റിൻ്റെ വീഡിയോ ഞാൻ ഇപ്പം കാണിക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോ ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടോ, സൂപ്പറായിട്ടില്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഇപ്പോൾ ആപ്പിൽ സെയിൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുമല്ലോ. പക്ഷേ നമ്മൾ നോർമലി നമ്മുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് പ്രോഡക്റ്റ് എടുക്കുന്നവർക്ക് നമ്മൾ ഈ വിലയ്ക്കല്ല കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ വാട്സപ്പിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ കിട്ടണത് നമ്മൾ വില കുറച്ചിട്ടായിരിക്കും കൊടുക്കുക. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൽ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ ആപ്പിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് GST ആ ഫീസ് ഈ ഫീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആപ്പിൽ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആപ്പിൽ സെയിൽ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. അതാണ് അതിൻ്റെ പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് എമൗണ്ട് കുറച്ച് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ആപ്പിൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സെയിൽ
ചെയ്തോളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെയിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ രണ്ടാഴ്ചക്ക് വീഡിയോ നമുക്ക് ഉണ്ടാവില്ല. എല്ലാവരും പഴയ വീഡിയോസൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. പക്ഷെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ.